തൻ്റെ സൃഷ്ടികളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരോടൊപ്പം നിൽക്കുന്ന ഒരു ദൈവത്തെയാ ഒന്നാം വായനയിൽ യെശയ്യാ പ്രവാചകൻ കാട്ടിത്തരിക. അന്ധനായ മനുഷ്യർക്ക് കാഴ്ച നൽകിയും ബധിരരായവർക്ക് കേൾവി ശക്തി കൊടുത്തും ഊമനായി പോയവന് വാ തുറന്നു കൊടുത്തും മുടന്തർക്ക് നടക്കുവാനുള്ള കൃപ നൽകിയും കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെയാ ഒന്നാം വായന കാട്ടിത്തരുന്നത്. ഈ ദൈവത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ദാവീദ് സങ്കീർത്തനങ്ങളിൽ ഇപ്രകാരം ഏറ്റുപറയുക: മർദ്ദിതർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുന്നു, വിശക്കുന്നവന് അവിടുന്ന് ആഹാരം നൽകുന്നു, ബന്ധിതരെ അവിടുന്ന് മോചിപ്പിക്കുന്നു. ദൈവത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ ദാവീദാണ് സങ്കീർത്തനങ്ങളിൽ ഇപ്രകാരം നമ്മോട് ഏറ്റുപറയാൻ ആവശ്യപ്പെടുന്നു. നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിന്റെ മക്കളായ നാം പാവപ്പെട്ടവരുടെ മുമ്പിൽ വിവേചനം കാട്ടാതെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടണമെന്നും അവർക്ക് വേണ്ടി നിലകൊള്ളണമെന്നും യാക്കോബ് ശ്ലീഹ രണ്ടാമത്തെ വായനയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നാം കണ്ടുമുട്ടുന്നതും ആ പിതാവായ ദൈവത്തിന്റെ അതേ സാദൃശ്യമുള്ള ഒരു പുത്രനെയാണ്. അന്ധനും ബധിരനുമായ ഒരു യുവാവിനെ സുഖപ്പെടുത്തിക്കൊണ്ട് ആ മനുഷ്യന്റെ ഇല്ലായ്മയിലേക്ക്, ആ മനുഷ്യന്റെ കുറവുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ദൈവത്തെയാ സുവിശേഷം കാട്ടിത്തരുന്നു. അവന്റെ പ്രവർത്തികൾ കണ്ട് ചുറ്റും കൂടിയ ജനം വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. സുവിശേഷത്തിന്റെ അവസാന ഭാഗം എഴുതപ്പെട്ട ആ വാക്യം: അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി നിർവഹിക്കുമ്പോഴാണ് ക്രിസ്ത്യാനിയുടെ ജീവിതം, ഒരു ക്രിസ്തു ശിഷ്യന്റെ ജീവിതം ഏറ്റവും മനോഹരമായി തീർന്നത്. അപ്പോഴാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ നമുക്കും പറയാൻ സാധിക്കുക: ഞാൻ നന്നായി പൊരുതി ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ വിശ്വസ്തയോടെ നീതി പുലർത്തി പാവപ്പെട്ടവർക്ക് ശബ്ദമായി മാറി അവന്റെ നിലപാടുകൾക്ക് വേണ്ടി നാം സ്വരമുയർത്തുമ്പോൾ നമുക്കും ഇപ്രകാരം പറയാൻ സാധിക്കും: ഞാൻ നന്നായി പൊരുതി ഓട്ടം പൂർത്തിയാക്കി, എന്നിൽ ഏൽപ്പിച്ച വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിച്ചു.